എന്റെ പൊന്നെ, തീപ്പൊരിയായി മാറി എത്തിയിരിക്കുകയാണ് ലാലേട്ടൻ. പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോക്കകത്ത് അക്ബറിനെ കൊടഞ്ഞു മാറുന്നു, ആദിലാനുറയ്ക്ക് പടപടാ കൊടുക്കുന്നു. അപ്പൊ ലാലേട്ടൻ അനീഷിന്റെ കൂടെയാണോ? എന്താണ് സംഭവം? പ്രൊമോക്കകത്തുള്ള ഫയറൊക്കെ, പ്രൊമോക്കകത്ത് ഫ്ലവറിന്റെ ഡ്രസ്സ് ഇട്ടുണ്ടെന്ന് ഫയർ ആക്കുവാണ്. ഇത് വല്ല എപ്പിസോഡിൽ കാണുമോ? എന്താണ് പ്രൊമോക്കകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവങ്ങൾ? പ്രൊമോ കണ്ടായിരുന്നോ? പ്രൊമോ കണ്ടിട്ട് വാ, എന്താണ് സംഭവം എന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ പ്രൊമോയിൽ ഒരു പൂക്കളത്തിന്റെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ലാലേട്ടൻ വരുന്നു. അക്ബർ, എന്താണ് അക്ബർ അങ്ങനെ പറയാൻ കാരണം? വേറൊന്നുമല്ല, രേണുസുതി അപ്പുറത്തുനിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പൊ അക്ബറിനോട് ചോദിക്കുന്ന എന്തായാലും നമ്മുടെ സെപ്റ്റി ടാങ്ക് ഇഷ്യൂ ആണ്, എന്തിനാണ് ആ പേര് യൂസ് ചെയ്തത്? അപ്പൊ അക്ബർ, അല്ല അതിലേറെ മോശമായിട്ടുള്ള വാക്കുകൾ ഇവിടെ പലരും കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന്റെ അടുത്ത് ഈ കാര്യം ചോദിക്കുമ്പം ഞാൻ എന്തിനാണ് അത് യൂസ് ചെയ്തതെന്ന് പറയുന്നതിന് പകരം അക്ബർ പറയണം, ഞാൻ മാത്രമല്ല ലാലേട്ട, എല്ലാവരും ഉണ്ട്. ആ സാധനം എടുത്ത് അക്ബർ ഇടുവാണ്. അപ്പം ലാലേട്ടൻ, മറ്റുള്ളവർ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണം എന്നുണ്ടോ അക്ബറെ? അങ്ങനെയൊന്നും ഇല്ല. അത് എന്ത് മോശമാണ് എന്നൊരു സാധനം ലാലേട്ടൻ പറയുന്നു. രേണു, എന്താണ് രേണുവിന് പറയാനുള്ളത്? അപ്പൊ രേണു എഴുന്നേക്കുന്നു. ചമ്മിപ്പോയി ലാലേട്ട. അത് കേട്ടപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് പറയുന്നതിന് ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. ഞാൻ നാണം കെട്ടു എന്ന് പറയുന്നതും ചമ്മി എന്ന് പറയുന്നതും രണ്ടാ. നാണം കെട്ടുപോയി ലാലേട്ട എന്ന് പറയാനുള്ളതായിരുന്നു. അപ്പൊ പിന്നെ പവർ കൂടുമായിരുന്നു. ചമ്മിപ്പോയി ലാലേട്ട ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അപ്പൊ ലാലേട്ടൻ, അക്ബറിനാണ് അടുത്ത പണി അക്ബറിന് കിട്ടും. എന്ത് പണിയാണ് എന്തോ? എന്ത് പണി? എനിക്ക് തോന്നുന്നില്ല. എന്ത് പണിയുടെ ഈ വീക്കെൻഡിലൊക്കെ ഒന്ന് ഇങ്ങനെ അക്ബർ പറഞ്ഞൊക്കെ തെറ്റാണ്. പക്ഷെ ഇതിനൊക്കെ ചോദിച്ചാലും പറഞ്ഞാലും ഒക്കെ പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ അനീഷ് പിന്നെ പൂട്ടാനേ ഇടം കാണത്തുള്ളൂ. അപ്പോൾ ആദിലാനൂറ, എന്ത് തോന്നി മക്കളെ? എഴുന്നേക്ക് ചെല്ലങ്ങളെ എഴുന്നേക്ക്, പൂമ്പാറ്റകളെന്നൊക്കെ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? അയ്യോ, ഭയങ്കര സന്തോഷം തോന്നി ലാലേട്ടാ, നമുക്ക് ഭയങ്കര സന്തോഷം, സത്യം. അപ്പോഴത്തേക്കും ലാലേട്ടൻ, ഓക്കെ ശരി മോനെ, തിരിച്ചു കൊടുത്ത പേരുകളൊക്കെ നല്ലതാണല്ലേ? അതായത് നിങ്ങൾ പറഞ്ഞതൊക്കെ നല്ലത്, നിങ്ങൾ തിരിച്ചു പറഞ്ഞതോ അത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള പേരാണോ? അതായത് നമ്മുടെ അനീഷിനെ മിസ്റ്റർ അപ്പി എന്നൊക്കെ വിളിച്ച്, അപ്പി എന്താണെന്ന് അറിയാലോ. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണോ ആ വാക്കൊക്കെ? നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാണോ അതൊക്കെ? ലാലേട്ടൻ നല്ല കൊത്താണ്. അപ്പൊ ആദിലാനൂറ ഭയങ്കരമായിട്ട്, ആദിലയാണ് പറയുന്നത്, ഭയങ്കരമായിട്ട് വെറുപ്പിക്കലും. അപ്പൊ ലാലേട്ടൻ, നിങ്ങളുടെ ഇഷ്ടത്തിന് വേറൊരാൾ പെരുമാറണോ? അയാൾ വെറുപ്പിക്കുകയോ കളിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടത്തിനാണോ പെരുമാറേണ്ടത് എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ വാക്ക് അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ആദില അനൂറ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ബിഗ് ബോസ് പ്രൊമോ വരുന്നു, പ്രൊമോ തീരുന്നു. പ്രൊമോക്കകത്ത് ഇതാണ് കാണിക്കുന്നതെങ്കിൽ സത്യം പറയല്ല, എനിക്ക് ഒരു ഹോപ്പും ഇല്ല. ഇത് പ്രൊമോയ്ക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകളായിരിക്കും. ചിലപ്പോൾ ഇത് മാത്രമേ എപ്പിസോഡിൽ കാണുള്ളൂ, വേറെ ഒന്നുമേ കാണുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷ ഇല്ലാതെ പോയി കാണുക. ബിരിയാണി കിട്ടിയാലോ അപ്പോൾ അതുകൊണ്ട് ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ നിൽക്കുന്നത്. ഈ പ്രൊമോ കണ്ടിട്ട് പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ്. പ്രൊമോക്കകത്ത് നടക്കുന്ന സാധനം ചിലപ്പോൾ പല ഡയലോഗുകൾ കട്ട് ചെയ്ത് കയറ്റിയതായിരിക്കും. പക്ഷേ ഈ പ്രൊമോക്കകത്തുള്ളത് വാസ്തവമാണെങ്കിൽ, എല്ലാ വിഷയങ്ങളും ഇതുപോലെ ചോദിക്കുവാണെങ്കിൽ നന്നായിരിക്കും. പക്ഷെ അത് പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലാലേട്ടനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് ഇപ്പോൾ ഈ സീസണിൽ ലാലേട്ടൻ ദേഷ്യപ്പെടാൻ തുടങ്ങിയാലും ഇവിടുത്തെ ഓഡിയൻസ് പറയാൻ പോകുന്നത്, കഴിഞ്ഞ 6 സീസൺ നമ്മൾ കണ്ട്, ഇതിപ്പോൾ അഭിനയമല്ലേ, വേണ്ട പഴയ ലാലേട്ടനെ മതി നമുക്ക്, അങ്ങനെ പറയും. ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ആൾക്കാർ പറയുന്നത് നേരെ മറിച്ചായിരിക്കും. അപ്പം അതുകൊണ്ട് അക്ബറിന് എന്തായാലും കണക്കിന് കിട്ടിയിട്ടുണ്ട്, ആദിലാനൂറയ്ക്കും കിട്ടിയിട്ടുണ്ട്, അനീഷിൻ്റെ കൂടെ ലാലേട്ടൻ കൊള്ളാം എന്തായാലും. അപ്പോൾ അടുത്ത പ്രൊമോ വരട്ടെ, അതിൻ്റെ അപ്ഡേറ്റുകളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.